തോൽപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കല പണ്ട് മുതലേ ഉള്ള ഒരു കലയാണ്. അത് നമ്മുടെ തൃശ്ശൂർ എടമുറ്റം പാലപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭഗവതി ടെമ്പിളിൽ വെച്ച് നടക്കുന്നുണ്ട്. നമുക്ക് പോയി കണ്ടിട്ട് വരാം. നമ്മൾ എത്തുമ്പോൾ ഏകദേശം 9:45 10 മണിയായിട്ടോ അമ്പലത്തിൽ എത്തുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തേക്ക് പോണത്. അവിടെ എത്തുമ്പോൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് യാതൊരു വക ഐഡിയ ഇല്ലാണ്ട് പോയ ട്രിപ്പാണിത്. അമ്പലത്തേക്ക് പോയതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടാണ്. അപ്പോൾ റീല് കണ്ടിട്ട് ആ പണ്ട് മീശമാധവൻ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ പാട്ടിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് വേഗം പോയതാണ്. കുറച്ച് നേരം നാടകം കണ്ടു നിന്നു. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി തൊഴുതു. പിന്നെ അവിടെ ഇങ്ങനെ മറ്റേ കോളിഫ്ലവർ കൊണ്ടുള്ള ബജ്ജി അത് എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ചായയും കുടിച്ചു, ബജ്ജി കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അവിടെ പോയിരുന്നു. കാരണം നമ്മളവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയണത് നമ്മുടെ ഈ തോൽപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞ കല നടക്കാൻ പോകുന്നത് ഒരു 12 മണിക്ക് 12:30ക്ക് ശേഷമായിരിക്കും തുടങ്ങാറ്. ഈ നാടകമൊക്കെ കഴിഞ്ഞ് ഒക്കെ ലാസ്റ്റാണ് തുടങ്ങുക. കാരണം പുലർച്ചെ 5 മണി വരെ ഉണ്ടാവും അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ 10 മണിക്ക് തുടങ്ങുന്ന വെച്ചിട്ടാണ് നമ്മൾ 10 മണിക്ക് അവിടെ പോയത്. അവിടെ ചെന്നപ്പോഴാണ് നമ്മളിത് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നാടകം വീണ്ടും കണ്ട് നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്പലം എനിക്ക് തോന്നുന്നു ഒരു 10 മണി 10:30 വരെയൊക്കെ ഉണ്ടായിരുന്നു അമ്പലം. ഞങ്ങൾ ആ സമയത്ത് തൊഴുത് കേട്ടോ. അപ്പം അത്ര സമയം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ നാട്ടിലുള്ള എല്ലാവരും അവിടെ ഉണ്ട്. പുറമെന്ന് കുറേ പേര് റീൽസ് കണ്ടിട്ട് വന്നവരുണ്ട് കേട്ടോ. അപ്പം എൻ്റെ പോലെ തന്നെ വന്നവരുണ്ട് ഇത് കാണാനായിട്ട്. അപ്പം എല്ലാവരും കൂടി അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഒരു 12 മണിയോട് കൂടി ഇങ്ങനെ ആൾക്കാർ കുറച്ച് കുറഞ്ഞു തുടങ്ങി കേട്ടോ. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ നാട്ടിലുള്ള ആൾക്കാർ മാത്രമായി. പിന്നെ ഇങ്ങനെ പുറമെന്ന് നമ്മൾ റീൽസിന് വന്നിട്ടുള്ള ആൾക്കാരായി. അപ്പോൾ കുറച്ച് പേര് കുറഞ്ഞു തുടങ്ങി. പിന്നെ ഈ തോൽപ്പാവക്കൂത്ത് കാണുന്ന ഫ്രണ്ടിൽ ഇങ്ങനെ നിറച്ച് പായിട്ടിട്ടുണ്ടാവും കേട്ടോ. എനിക്കറിയില്ല, കുറേ പേര് വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാന്ന് തോന്നുന്നു. കുറേ പേര് പായിട്ടിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ. നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഈ വിളക്കൊക്കെ ആയിട്ടാണ് ഈ തോൽപ്പാവക്കൂത്ത് നടക്കണ സ്റ്റേജ് ആ സ്ഥലത്തേക്ക് വിളക്കൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഈ കുട്ടിയിട്ടൊക്കെ പോയി വിളക്ക് കൊളുത്തും. അപ്പോൾ കുറേ പേരുണ്ടാവും കേട്ടോ. ആ സ്ഥലത്തേക്ക് എല്ലാവരും കൂടി ഇങ്ങനെ പിന്നാലെ പിന്നാലെ ഇങ്ങനെ വിളക്ക് കൊളുത്തിയിട്ട് പോയി അവിടെ തുടങ്ങുന്നത് അപ്പോഴാണ്. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് തുടങ്ങുമ്പോൾ. അപ്പോൾ ഈ കൊട്ടി എല്ലാവരും കൂടെ നമ്മുടെ തോൽപ്പാവക്കൂത്ത് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുക. അവിടെ എല്ലാവരും അത് കഴിഞ്ഞാൽ എല്ലാവരും ഫ്രണ്ടിൽ ഇങ്ങനെ പായ വിരിച്ചോടുത്ത് കുറച്ച് പേരിരിക്കും. കുറേ കസാര ഇട്ടിട്ടുണ്ട് കാണാനായിട്ട്. പക്ഷെ അത്ര അധികം ആൾക്കാർ ആ സമയത്തില്ല കേട്ടോ. ഈ 1 മണി സമയത്തൊന്നും അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. 1 മണി 2 മണി സമയത്ത് നമ്മുടെ ആ നാട്ടിലത്തെ ആൾക്കാരും പിന്നെ പുറമെന്ന് ഇത് കാണാത്ത ആൾക്കാർ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തിരക്കെന്ന് പറയാനായിട്ട് അധികം ഇല്ല. സമാധാനമായിട്ടിരുന്ന് കാണാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ കുറച്ച് പേര് ഫ്രണ്ടിൽ പായയിൽ ഇരുന്നിട്ട് കണ്ടു. കുറച്ച് പേര് കസാരയിൽ ഇരുന്നിട്ട് തോൽപ്പാവക്കൂത്ത് കണ്ടു കേട്ടോ. ഒരു വട്ടമെങ്കിലും ലൈഫിൽ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ തോൽപ്പാവക്കൂത്ത്. അങ്ങനെ ഞങ്ങളൊരു 3 മണി വരെയോളം ഇരുന്ന് കണ്ടു. പിന്നെ പിറ്റേ ദിവസം ചേട്ടൻ്റെ ജോലിയുണ്ട്. പിന്നെ 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 3 മണിയായപ്പോൾ തിരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. ഒരു ചായക്ക് കുടിച്ചിട്ടാണ് പുറപ്പെട്ടെ. നമ്മുടെ തോൽപ്പാവക്കൂത്ത് കാണാൻ പോയ വിശേഷങ്ങൾ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ. താങ്ക് യു ഓൾ.